അങ്ങനെ ബി ജെ പിക്കാരനായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തി. ഏവരും പ്രതീക്ഷിച്ചത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ CPI ഒക്കെ പോകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസിലെത്തി. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ അവർ നരേന്ദ്രമോദിക്കും BJPക്കും എതിരെയുള്ള ഒരു ആയുധമായി ഈ സന്ദീപ് വാര്യരെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ കോൺഗ്രസിലെ ചില വക്താക്കൾ അവരുടെ വ്യക്തിപരമായിട്ടുള്ള മുൻകാല പക വീട്ടാനുള്ളതാണ് എന്നൊരു ചൊല്ലുണ്ടല്ലോ. അതിനായി ഒരുപക്ഷെ അവർ ഈ അവസരം ഉപയോഗിച്ചേക്കാം. കഴിഞ്ഞ ദിവസം തന്നെ രാജ്ഭവൻ ഉണ്ണിത്താൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനു മുമ്പ് BJPക്കാരനായിരുന്നപ്പോൾ സന്ദീപ് വാര്യർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പല പരാമർശങ്ങളുണ്ട്. അതെല്ലാം പിൻവലിച്ചുകൊണ്ട് ഇസ്ലാമിനോട് മാപ്പ് പറയണം എന്ന തരത്തിൽ അദ്ദേഹം പരാമർശം നടത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലിയായിട്ട് ചാനൽ ചർച്ചകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അതിരുവിട്ട് പെരുമാറുന്നതും കണ്ട് കഴിഞ്ഞ ദിവസം അവർ തോളോട് തോൾ കൈയിട്ട് നിൽക്കുന്ന കാഴ്ചയും കണ്ടു. മുൻകാലങ്ങളിൽ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ഇനി അതിനെയൊക്കെ തള്ളി പറയേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് സന്ദീപ് വാര്യർ എത്തിപ്പെടും. അത് അദ്ദേഹം പറയേണ്ടി വരുന്നതാണ്. കാരണം കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ അങ്ങനെ പറഞ്ഞേ പറ്റൂ എന്നുള്ള ഒരു നിബന്ധന അവർ ഇദ്ദേഹത്തിന് മുന്നിലേക്ക് ഇതിനകം തന്നെ വെച്ച് കഴിഞ്ഞിരിക്കും. പിറ്റേ ദിവസം തന്നെ, അതായത് കോൺഗ്രസ് ചേർന്ന് പിറ്റേ ദിവസം തന്നെ പാണക്കാട് ശിഹാബ് തങ്ങളെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്ന ഒരു സന്ദീപ് വാര്യർ. അതേപോലെ തന്നെ മുൻപ്, അത് എത്ര വർഷം മുമ്പുള്ള കാര്യമാണെങ്കിലും ശരി, അന്ന് പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളെയും അദ്ദേഹത്തിന് ഇനി തള്ളിപ്പറയണം, വിഴുങ്ങണം, ഛർദ്ദിച്ചത് വാരി തിന്നേണ്ട അവസ്ഥയും വരും. രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞത്, പ്രിയങ്ക ഗാന്ധിയെ പറ്റി പറഞ്ഞതും, കോൺഗ്രസിനെ പറ്റി പറഞ്ഞത്, സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ഓരോ നേതാക്കൾക്കെതിരെയും പറ്റി പറഞ്ഞതെല്ലാം അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും. മുൻകാലങ്ങളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്ന പ്രത്യയശാസ്ത്രത്തിനെ അപ്പാടെ തള്ളിപ്പറഞ്ഞുകൊണ്ട് RSSനെയും BJPയെയും സംഘപരിവാറിനെയും മൊത്തത്തിൽ നരേന്ദ്രമോദിയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പ്രസ്താവനകൾ നടത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് വേണ്ടി മാത്രമേ കോൺഗ്രസിനും ആവശ്യമുള്ളൂ. കാരണം അതിനുശേഷം മറ്റു പാർട്ടിയിൽ നിന്ന് കോൺഗ്രസിലെത്തപ്പെട്ട ആളുകൾക്ക് സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയായിരിക്കും അവിടെയും സന്ദീപ് വാര്യനെ കാത്തിരിക്കുക. സന്ദീപ് വാര്യർ ശരിക്കും രാഷ്ട്രീയ ആത്മഹത്യ തന്നെയാണ് നടത്തിയത്. ഒരു പക്ഷേ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അദ്ദേഹത്തിന് ലഭിച്ചേക്കാം. ആ സീറ്റ് അദ്ദേഹം ജയിക്കുമോ എന്നറിയില്ല. കാരണം സ്വന്തം സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചിട്ടാണെങ്കിലും സംഖ്യകൾ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ജയിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കാണും. ഇല്ല എങ്കിൽ അതോടുകൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തീർന്നു എന്ന് കണക്കാക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ നോക്കുക, മാധ്യമങ്ങൾ കൊണ്ടാടുന്നുണ്ട്, തീർച്ചയായിട്ടും UDFകാരും കൊണ്ടാടുന്നുണ്ട്. ഇതൊക്കെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വന്ന് 1-2 ദിവസം കൂടി ഒരുപക്ഷെ ഈ രീതിയിൽ തുടർന്നേക്കും. അതിനുശേഷം അദ്ദേഹം ഒരുപക്ഷെ വാർത്തയിൽ പോലും കാണില്ല. അതായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിനെ കാത്തിരിക്കാം. ഇപ്പോൾ തന്നെ ചില മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചാൽ കാണുന്നൊരു കാര്യം, മാധ്യമങ്ങളും അദ്ദേഹത്തെ മുതലെടുക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ, വാർത്തയും അതിനോട് ചേർന്നുള്ള ചിത്രങ്ങൾ കൊടുക്കുമ്പോൾ ബോധപൂർവം തന്നെ അവർ ചില പ്രത്യേക ചിത്രങ്ങളാണ് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് പറയുന്ന ആ വാർത്തയ്ക്കൊപ്പം കൊടുത്തിരിക്കുന്ന സന്ദീപിൻ്റെ ചിത്രം നോക്കുക. നെറ്റി ഇങ്ങനെ ചുളിച്ച് സംശയദൃഷ്ടിയോടെ കാണുന്ന ഒരു സന്ദീപിൻ്റെ ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളത്തിലെ ഒരു മുഖ്യധാര മാധ്യമം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, അതായത് ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മുൻനിരയിൽ നിൽക്കുന്ന മറ്റൊരു മാധ്യമം വളരെ വ്യത്യസ്തമായിട്ട് സന്ദീപ് പോയത് BJPക്ക് ഗുണമാണ്, BJPക്കാർ വോട്ട് ചെയ്യാൻ പോലും ഇനി പോകണ്ടെന്ന് വിചാരിച്ചിരുന്ന ആളുകൾ പോലും വാശിയോടുകൂടി കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുമെന്നും അങ്ങനെ കൃഷ്ണകുമാർ ജയിക്കും എന്ന തരത്തിൽ വാർത്ത ചെയ്തു തുടങ്ങിയിരിക്കുന്നു. പലരും ഇതൊരു അവസരം, അല്ലെങ്കിൽ ഇങ്ങനെ പോയപ്പോഴുള്ള ആ വാശിയോടെ എന്നാൽ പിന്നെ കൃഷ്ണകുമാറിനെ ജയിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന രീതിയിൽ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന തരത്തിലൊക്കെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു. അപ്പോൾ ശരിക്കും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറും BJPയും ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അപ്പോൾ കോൺഗ്രസും അവരുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ സന്ദീപ് വാര്യരെ തള്ളി പറയാനുള്ള സാധ്യതയും അവിടെയുണ്ട്. ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ഷെൽട്ടർ എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ ചേക്കേറിയത്. അത് തന്നെ എത്രമാത്രം ശാശ്വതമാകും എന്നറിയില്ല. കാരണം ഒരു സീറ്റിൻ്റെ പ്രശ്നമാണല്ലോ ഇപ്പോൾ ഈ ലാസ്റ്റായിട്ട് തുടങ്ങിയ ഈ വിഷയത്തിനെല്ലാം കാരണം. അതിന് മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സീറ്റാണല്ലോ. എന്നാൽ സീറ്റ് മോഹികളും വേദിയിലും സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വേദിയിൽ കയറിയിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിൻ്റെ KPCCയുടെ ഭാരവാഹി ലിസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് 200 പേജിൻ്റെ ബുക്കൊന്നും മതിയാവാതെ വരും. അത് കണക്കാണ്. അവർ നടത്തുന്ന പരിപാടികളിലും സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വേദിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് കണ്ടറിയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഒരു നൂൽപ്പാലത്തിലൂടെയുള്ള യാത്രയാണ്. ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ മറ്റൊരു ഭീമൻ രഘുവോ അല്ലെങ്കിൽ ഒരു രാജസേനോ ഒക്കെ ആ നിലവാരത്തിലേക്ക് പോയേക്കാം. വളരെ സൂക്ഷിച്ച് മാത്രം സംസാരിക്കേണ്ടതാണ്. ഇവിടെയാണ് ഒരു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരുന്നത്.
അവനവനോട് തന്നെ കള്ളം പറയുന്ന ഒരു പ്രത്യേക ജീവിയാണ് മനുഷ്യൻ എന്നത് ചിലരുടെ കാര്യത്തിൽ വളരെ സത്യമാവുകയാണ്. കാരണം മുൻകാലങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിഴുങ്ങിക്കൊണ്ട് തള്ളി പറഞ്ഞുകൊണ്ട് ഇനി മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയിലേക്ക് സന്ദീപ് വാര്യർ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല മുൻപ് ചാനൽ ചർച്ചയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അദ്ദേഹത്തിൻ്റെ കുറി മായ്ച്ചത്, അതായത് കാസർഗോഡ് മത്സരിക്കാൻ പോയപ്പോൾ കുറി മായ്ച്ചതിനെ പറ്റി അദ്ദേഹത്തിനെതിരെ വളരെ നിശിതമായിട്ട് വിമർശിച്ചിട്ടുള്ള സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്തത് അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഫോട്ടോയിൽ അദ്ദേഹത്തിന് കുറിയില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്ഥിരമായിട്ടുണ്ടായിരുന്ന ചരടില്ല, ഇതൊന്നും ഇല്ലാതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ കൂടിക്കാഴ്ചയിൽ മറ്റും ഇതൊക്കെ പരാമർശിച്ചാലും അതൊരു എളിപ്പ ചിരിയോടെ കേട്ട് നിൽക്കാൻ മാത്രമേ സന്ദീപ് വാര്യർക്ക് പറ്റത്തുള്ളൂ. ഒരുപക്ഷെ പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനി ഏതാനും ദിവസമുള്ളൂ ഒരുപക്ഷെ കുറിതൊട്ട അല്ലെങ്കിൽ ചരട് അപ്പോഴും കാണും എന്ന് ഉറപ്പില്ല, കുറിതൊട്ട ഒരു സന്ദീപ് വാര്യരെ കണ്ടേക്കാം. അതിനുശേഷം കോൺഗ്രസ്സുകാരനായിട്ട് ഇരിക്കണമെങ്കിൽ ഇത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. ആ കാര്യത്തിൽ BJPയെ സമ്മതിച്ചേ മതിയാവൂ. അവിടെ ഏത് വിശ്വാസിയാണെങ്കിലും അവരുടെ എന്താണോ വിശ്വാസം ആ വിശ്വാസം അനുസരിച്ച് അവിടെ നിൽക്കാം, അവിടെ ഒരു വിലക്കുമില്ല. എന്നാൽ കോൺഗ്രസ്സിൽ അതിനൊക്കെ ചില വിലക്കുണ്ട് താനും. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഒരു ആയുധമായിട്ട്, അതായത് BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ എതിരെയായിട്ടുള്ള ഒരു ആയുധമായിട്ട് കുറഞ്ഞ ദിവസത്തിനുള്ളിൽ എത്രമാത്രം സന്ദീപ് വാര്യരെ ഉപയോഗിക്കാൻ പറ്റുമോ അത്രമാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നോക്കുന്നത്. ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനായിട്ടിരിക്കും എന്ന ഒരു വിചാരം, ഒരു ചിന്ത അവർക്കുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.